അധികൃതരുടെ അനാസ്ഥയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ കാടുകയറി നശിക്കുന്നു. ഇടുക്കി വെള്ളത്തൂവിലെ പവർ ഹൗസുകളുടെ നിർമ്മാണ കാലത്ത് പണി കഴിപ്പിച്ച 500-ലധികം വരുന്ന കെട്ടിടങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. പല കെട്ടിടങ്ങളുടെയും തടിയുരുപ്പടികൾ മോഷ്ടാക്കളും അപഹരിച്ചു. ആളൊഴിഞ്ഞു കാടുകയറിയ കെട്ടിടങ്ങൾ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. ഒരു കാലത്ത് മന്ത്രിമാരുൾപ്പെടെയുള്ളവരും ഉന്നത ഉദ്യോഗസ്ഥരും എത്തി തങ്ങിയിരുന്ന എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഗസ്റ്റ് ഹൗസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. പള്ളിവാസൽ പന്നിയാർ പവർ ഹൗസുകളുടെ നിർമ്മാണ കാലത്താണ് ഉദ്യോഗസ്ഥർക്കടക്കം താമസിക്കുന്നതിനായി 300 ഏക്കറിലധികം വരുന്ന ഈ പ്രദേശത്ത് 500-ലധികം വരുന്ന ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ പണി കഴിപ്പിച്ചത്. പവർ ഹൗസുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ആളുകൾ മടങ്ങിയതോടെ ഈ കെട്ടിടങ്ങളും അനാഥമായി. പിന്നീട് ഇവ സംരക്ഷിക്കുന്നതിന് ഒരുവിധ നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. കാട് കയറി മൂടിയ കെട്ടിടങ്ങളിൽ പലതും പൂർണ്ണമായി നശിച്ചു. തടിയുരുപ്പടികൾ മോഷ്ടാക്കൾ അപഹരിക്കുകയും ചെയ്തു. രാത്രികാലങ്ങളിൽ മദ്യപ സംഘങ്ങളും സാമൂഹിക വിരുദ്ധന്മാരും കെട്ടിടം കൈയടക്കുന്ന അവസ്ഥ. നാശത്തെ നേരിടുന്ന കെട്ടിടങ്ങൾ പഞ്ചായത്തിന് വിട്ടു നൽകി നവീകരിച്ച വിനോദസഞ്ചാരികൾക്കായി പ്രയോജനപ്പെടുത്തുകയോ വീടും സ്ഥലവുമില്ലാത്ത കുടുംബങ്ങൾക്ക് നൽകുകയോ ചെയ്യണമെന്നാണ് പൊതുപ്രവർത്തകരടക്കം ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ വരുന്ന 500-ഓളം വരുന്ന നശിച്ചു പോയിരിക്കുന്ന ഈ കോട്ടേഴ്സുകളും അതോടനുബന്ധിച്ചുള്ള ഭൂമിയും ഇടുക്കി ജില്ലയിലെ ഭൂരഹിതരെ മുഴുവൻ താമസിപ്പിക്കുവാനുള്ള സംവിധാനമുണ്ട്. 2 പവർ ഹൗസുകൾ, ഒരു മിനി ഡാം, അനവധിയായ വെള്ളച്ചാട്ടങ്ങൾ, പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചരുളിയിരിക്കുന്ന ഈ ഭൂമി പ്രദേശത്താണ് ഇതുപോലെ കെട്ടിടങ്ങൾ കിടന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളൊന്ന് പോയിരിക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുന്ന എന്തോരം സാധ്യതകൾ ഇവിടെയുണ്ട്. കെട്ടിടങ്ങൾ നവീകരിച്ചാൽ വിനോദസഞ്ചാരികൾക്ക് തങ്ങുന്നതിന് സൗകര്യമൊരുക്കിയാൽ ഇത് വലിയ രീതിയിൽ സർക്കാരിന് വരുമാനമുണ്ടാക്കാൻ സാധിക്കും. മാത്രവുമല്ല, നിർധന കുടുംബങ്ങൾക്ക് വാസയോഗ്യമാക്കി നൽകിയാൽ ജില്ലയിലെ ഭവനരഹിതരുടെ പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങൾ നശിക്കുകയും വിലപിടിപ്പുള്ളതെല്ലാം മോഷ്ടാക്കൾ അപഹരിക്കുകയും ചെയ്തിട്ടും അധികൃതർ ഇത് കണ്ട ഭാവവുമില്ല. KSEBയുടെ കെട്ടിടവും സ്ഥലവും സംരക്ഷിക്കാതെ ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, വെള്ളത്തൂവൽ.